ഏപ്രിൽ 23 രക്തസാക്ഷിയായ വിശുദ്ധ ജോർജ്. ജനനം AD 280 ലിഡായിൽ. മരണം ഏപ്രിൽ 23 303 വർഷം നിക്കോമെദിയ എന്ന പ്രദേശത്ത്. മോൺസിഞ്ഞർ തോമസ് മുത്തേടൻ രചിച്ച അനുദിന വിശുദ്ധർ എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രസിദ്ധ ഭാഗങ്ങളിൽ നിന്നും. നമ്മൾ മലയാളികൾ വിശുദ്ധ ഗീവർഗീസ് എന്നും ഗീവർഗീസ് സഹദ എന്നും വിളിക്കുന്ന വിശുദ്ധ ജോർജിൻ്റെ ചരിത്രം ഐതിഹ്യസമ്പൂർണമാകയാൽ ചരിത്രവും ഐതിഹ്യവും വേർതിരിക്കുവാൻ പ്രയാസമുണ്ട്. ഏഷ്യ മൈനറിൽ കപ്പദോക്കിയയിൽ ജോർജ് ജനിച്ചുവെന്ന് കരുതുന്നു. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ റോമൻ മതപീഡനങ്ങളുടെ വർഷങ്ങളിൽ വിശുദ്ധ ജോർജ് വധിക്കപ്പെട്ടുവെന്നുള്ളത് അനിഷേധ്യമായ ഒരു വസ്തുതയാണ്. മഹാരക്തസാക്ഷി എന്നാണ് ഗ്രീക്കുകാർ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. പല പൗരസ്ത്യ രാജ്യങ്ങളുടെയും മധ്യസ്ഥൻ വിശുദ്ധ ജോർജാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിൽ വിശുദ്ധ ജോർജിൻ്റെ നാമത്തിൽ 4 പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ടൂർസിലെ വിശുദ്ധ ഗ്രിഗറി ഫ്രാൻസിൽ വിശുദ്ധ ജോർജിനോട് 6-ാം ശതാബ്ദം മുതൽ ഭക്തിയുണ്ടായിരുന്നുവെന്ന് പ്രസ്താവിക്കുന്നുണ്ട്. നശിച്ചു തുടങ്ങിയ വിശുദ്ധ ജോർജിൻ്റെ ഒരു ദൈവാലയം കേടുപോക്കാൻ മഹാനായ ഗ്രിഗോറിയസ് പാപ്പ ആജ്ഞാപിച്ച് കാണുന്നുണ്ട്. ഫ്രാൻസിൽ പ്രഥമ ക്രിസ്ത്യൻ രാജാവായ ക്ലോവിസിൻ്റെ ഭാര്യ ക്ലോട്ടിൽഡ വിശുദ്ധ ജോർജിൻ്റെ നാമത്തിൽ ബലിപീഠങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ഓക്സ്ഫോർഡിൽ 1223 ദേശീയ കൗൺസിൽ കൂടുമ്പോൾ വിശുദ്ധൻ്റെ തിരുനാൾ ഒഴിവുദിനമായി ആചരിക്കുവാൻ ആജ്ഞാപിച്ചിരിക്കുന്നു. വിശുദ്ധ ജോർജിൻ്റെ മാടമ്പികൾ എന്ന പദവി 1330 എഡ്വേർഡ് തൃതീയൻ സ്ഥാപിച്ചിട്ടുണ്ട്. ലോകമെമ്പാടും അഖില ക്രൈസ്തവർക്കും വിശുദ്ധനോടുള്ള ഭക്തിയും വിശുദ്ധൻ്റെ പല തീർത്ഥസ്ഥലങ്ങളും വിശുദ്ധ ജോർജിൻ്റെ മഹത്വമേറിയ രക്തസാക്ഷിത്വത്തിനും മാധ്യസ്ഥ ശക്തിക്കും തെളിവാണ്. മെറ്റാഫ്രോറ്റസ്റ്റ് എന്ന ഗ്രന്ഥകാരൻ്റെ വിവരണമനുസരിച്ച് ജോർജിൻ്റെ മാതാപിതാക്കന്മാർ കുലീനരാണ്. പിതാവിൻ്റെ മരണശേഷം ജോർജ് അമ്മയോടുകൂടെ പാലസ്തീനയിലേക്ക് പോയി. ദൃഢഗാത്രനായ ജോർജ് ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായി ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ ജോലി ചെയ്തു. ചക്രവർത്തി മതപീഡനം ആരംഭിച്ചപ്പോൾ ജോർജ് എതിർത്തു. തൽക്ഷണം അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. ക്രിസ്തുമതം ഉപേക്ഷിച്ചാൽ പല സമ്മാനങ്ങളും നൽകാമെന്ന് അധികാരികളുടെ വാഗ്ദാനമുണ്ടായി. അവയെല്ലാം ജോർജ് നിരസിച്ചു. പിറ്റേ ദിവസം ജോർജിൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. നിക്കോഡേമിയയിലെ ക്രിസ്തുമത പീഡന വിളംബരം പറിച്ചു കളഞ്ഞ യുവാവ് വിശുദ്ധ ജോർജാണെന്ന് ലാറ്റൻസിയൂസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കുരിശുയുദ്ധത്തിനിറങ്ങിയ റിച്ചാർഡ് രാജാവിന് വിശുദ്ധ ജോർജ് പ്രത്യക്ഷപ്പെട്ട് പ്രോത്സാഹനം നൽകി. പിറ്റേ ദിവസം മുഹമ്മദീയർക്കെതിരായ സമരത്തിൽ അദ്ദേഹം ജയിച്ചു. വിശുദ്ധ ജോർജിൻ്റെ പ്രതിമയിൽ അദ്ദേഹത്തെ നാം കുതിരപ്പുറത്താണ് കാണുക. വിശുദ്ധ ജോർജ് തൻ്റെ വിശ്വാസവും ധീരതയും വഴി പിശാചിനെ പരാജയപ്പെടുത്തുന്നതിൻ്റെ പ്രതീകമാണ് കുതിരയുടെ പാദങ്ങളുടെ കീഴിൽ കുന്തത്താൽ കുത്തിക്കൊല്ലപ്പെടുന്ന കാളസർപ്പം. സർപ്പത്തെ കൊന്ന് രാജകുമാരി ലിബിയയെ വിശുദ്ധ ജോർജ് രക്ഷിച്ചുവെന്നുള്ളത് 12-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു ഇറ്റാലിയൻ ഐതിഹ്യമാണ്. ആദ്യകാലത്ത് കുരിശുദ്ധക്കാരുടെയും കിഴക്കൻ സേനകളുടെയും പ്രിയങ്കര മധ്യസ്ഥനായിരുന്ന വിശുദ്ധ ജോർജ് ഇംഗ്ലണ്ട്, പോർച്ചുഗൽ, ജർമ്മനി, ആരഗൺ, കറ്റലോണിയ, ജനോവ, വെനീസ് എന്നീ സ്ഥലങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനാണ്. വചനം ഹബക്കുക്ക് 3:19. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. വിചിന്തനം. വിശുദ്ധ ജോർജിൻ്റെ മാധ്യസ്ഥ ശക്തി കേരളീയർക്ക് തികച്ചും ബോധ്യമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ധീരസഹനത്തെ അനുകരിക്കാൻ നാം തയ്യാറുണ്ടോ? അധികാരവർഗത്തിൻ്റെ തിന്മയെ ചൂണ്ടിക്കാണിക്കുവാനും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെയും തൻ്റെ വിശ്വാസത്തെയും തുറന്നു കാണിക്കുവാനും ധൈര്യം കാണിച്ച ജോർജ് നമുക്കേവർക്കും മാതൃകയായി തീരട്ടെ. എന്ത് സമാധാനവും സന്തുഷ്ടിയുമായിരിക്കും ക്രിസ്തീയ ക്ഷമ നാം അഭ്യസിക്കുകയാണെങ്കിൽ.